ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ, ദെൻ എന്താണ് മൊഡ്യൂളറൈസേഷൻ, ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ? ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിനെ ഡിവൈഡഡ് ഇൻറ്റു മൾട്ടിപ്പിൾ സബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ് പ്രോഗ്രാംസ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. So it is the process of decomposing or dividing a problem into number of subproblems. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസിലാണ്. പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ അറ്റ് എ ടൈം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ മൾട്ടി പ്രോസസ്സിംഗ് എൻവയോൺമെൻറ്റ്. മൾട്ടി പ്രോസസ്സിംഗ് മീൻസ് മൾട്ടിപ്പിൾ പ്രോസസ്സർ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനാണ് നമ്മൾ മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ പ്രോസസ്സറിനും ഒരു പ്രോസസ്സർ ഒരു സിംഗിൾ ടാസ്ക് ചെയ്യുന്നു. സോ മൾട്ടിപ്പിൾ പ്രോസസ്സർ ഉള്ളപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു. സോ ദ സിംഗിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ സബ് പ്രോബ്ലം ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡീകമ്പോസിഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ മോർ ദാൻ വൺ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് മൾട്ടി പ്രോസസ്സിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പാരലൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു ഡീകമ്പോസിഷൻ പ്രോസസ്സ് സെവറൽ റീസൺസ് കാരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡീകമ്പോസിഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഉപയോഗിക്കാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എവിടേക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, പാരലൽ പ്രോസസ്സിങ് ആവശ്യമുള്ളിടത്ത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടി പ്രോസസ്സിങ് എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സോ ഓരോ പ്രോസസ്സേഴ്സിനും അതിൻ്റേതായ രീതിയിൽ നമുക്കൊരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് മോർ ദാൻ വൺ സബ് പ്രോബ്ലംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീകമ്പോസിഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. എക്സിക്യൂഷൻ ടൈം കുറച്ച്, അതായത് മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈം പെർഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഉപയോഗം ഉണ്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് കൊടുക്കുന്നത്. കാരണം എക്സിക്യൂഷൻ ടൈം നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എക്സിക്യൂഷൻ നടന്നു കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബ് പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്സ് ആക്കി മാറ്റുന്നുണ്ടല്ലോ. ഈ ഓരോ പാർട്സും ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, അതെല്ലാം ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും, ഓരോ മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ മൊഡ്യൂൾസ് തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. സോ ഓരോ മൊഡ്യൂളും നമ്മൾ ഡെവലപ്പ് ചെയ്യും, അത് ടെസ്റ്റ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും. ഒരു മൊഡ്യൂൾ മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്സും മറ്റേ പാർട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. സോ അത് കാരണം നമുക്കത് ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനും മനസ്സിലാക്കിയെടുക്കാനും മാനേജ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കാരണം ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ടാസ്ക് അസൈൻമെൻറ്റ്. ടാസ്ക് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടാസ്കും, അതായത് ഓരോ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന സബ് പ്രോബ്ലംസും നമ്മൾ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിനാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാസ്ക് നമുക്ക് എന്താണോ കിട്ടിയേക്കുന്നത്, ഒരു പ്രൊജക്ട് ഡെവലപ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ അതിനെ നമ്മൾ പല പല സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്സും നമ്മൾ ഓരോ ടീം മെമ്പേഴ്സിനായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക്കായി മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കുക, നമുക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റുന്ന, അതിനാണ് നമ്മൾ സ്കേലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് മോർ പ്രോസസ്സസ് ക്യാൻ ബി ആഡഡ് ടു ഹാൻഡിൽ അഡീഷണൽ ടാസ്ക് വിത്തൗട്ട് റീഡിസൈനിങ് ദ എൻറ്റയർ സിസ്റ്റം. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ വർക്ക് ചെയ്യാൻ പാകത്തിന് നമ്മളൊരു സിസ്റ്റത്തിനെ സെറ്റപ്പ് ആക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക.
അപ്പം അങ്ങനെ വരുമ്പോൾ മോർ ദാൻ വൺ പ്രോസസ്സേഴ്സിന് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മുടെ എൻ്റയർ സിസ്റ്റം നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്കൊരു പ്രോസസ്സർ ആഡ് ചെയ്യണം. സോ ആ പ്രോസസ്സർ നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എക്സ്ട്രാ നമ്മളതിനെ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ലാർജ് പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടാസ്ക് ആക്കി കഴിയുമ്പോൾ അത് എപ്പോഴും എന്താണെങ്കിലും സിമ്പിളായിരിക്കും. സോ ഇതൊക്കെയാണ് എന്താണ് ഡീകമ്പോസിഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ്, ഈ ഒരു ഡീകമ്പോസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിലേക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് പ്രോബ്ലത്തിന് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ്. അപ്പോൾ ഈ സബ് പ്രോബ്ലംസ് എന്തോരം മറ്റുള്ള മൊഡ്യൂളുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലമായിട്ട് എന്തോരം ഡിപ്പെൻഡൻ്റ് ആണ് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെഷർമെൻ്റാണ് കപ്ലിംഗ് ആൻഡ് കൊഹിഷൻ. ഈ ഡീകമ്പോസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എത്രത്തോളം എപ്പോഴും നമ്മൾ പറയുക, നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സബ് പ്രോബ്ലംസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അതെപ്പോഴും മിനിമം ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം.